ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വെള്ളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉരുളൻകിഴങ്ങ് ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കല്ലേ, നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. അതിനായിട്ട് 2 ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ ചെറുതാക്കി ഗ്രൈൻഡ് ചെയ്ത് എടുത്തു കേട്ടോ രണ്ടും. അപ്പോൾ എന്നിട്ട് അത് വെള്ളം ഒഴിച്ചിടാൻ വെള്ളത്തിൽ കഴുകിയിട്ട് വാറ്റി വയ്ക്കുക കേട്ടോ അരിപ്പത്തട്ടിലേക്ക്. ഇതുപോലെ നന്നായി കഴുകി അതിൻ്റെ കട്ട് കളയാട്ടകം എന്നിട്ട് ഇങ്ങനെ വെള്ളം വാരാൻ വയ്ക്കുക. പിന്നെ നമ്മളൊരു ബൗളെടുത്തു. ആ ബൗളിലേക്ക് ഒരു 250 ml ഒരു കപ്പ് പൊടി ഇട്ടു. ഇപ്പോൾ രണ്ടാമത്തെ കപ്പും എടുത്തു കേട്ടോ. അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്തു. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കട്ടോ, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പൊടി കുഴച്ചിട്ടേ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ സൺഫ്ലവറിൻ്റെ ഓയിലാണ് 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തത്. ഞാൻ കൈ കൊണ്ടൊന്ന് എണ്ണയും ഉപ്പൊക്കെ കൂടിയിട്ട് നന്നായി ഗോതമ്പ് പൊടി കൂടി മിക്സാക്കി കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൂട്ടാട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാം. അപ്പോൾ 2 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെച്ചിട്ട് എത്ര വെള്ളം വരുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഒരു 3/4 കപ്പോളം വെള്ളം വന്നിട്ടുള്ളൂ, 1/4 കപ്പ് ബാക്കി വന്നു. അപ്പോൾ അതായത് പൊടി ഒരു വിധം കുഴച്ച് റെഡി ആയിട്ട് ഇനി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മൂടി വയ്ക്കാട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ തിളച്ചപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ചേർത്തു. അത് കടുക് പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പച്ചമുളക് ചെറുതാക്കി 2 അരിഞ്ഞ് ചേർത്തു. ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് ചേർത്തു. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തു. എന്നിട്ട് മിക്സ് ചെയ്തൊന്ന് ഉപ്പ് ചേർത്ത് കൊടുത്ത് വേഗം സബോള വാടി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് മിക്സാക്കി ഇളക്കിയിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക കേട്ടോ. അത് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു, ഒരു ചെറിയ ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂണിലധികം മുളക് പൊടി ചേർത്തു. കറി മസാലപ്പൊടി ചേർത്തു. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തു. അപ്പോൾ കൂടിയായിട്ട് മിക്സാക്കി നന്നായി ഇളക്കി ഇതേ വാടി വന്നിട്ടുണ്ട് കേട്ടോ. പൊടികളൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് കഴുകി വെച്ചിട്ടുണ്ടല്ലേ ഉരുളൻകിഴങ്ങ്, അത് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ആ ഉരുളൻകിഴങ്ങ് വേവാൻ മാത്രം ആയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം നമുക്ക്. അപ്പോൾ അതൊന്ന് മിക്സാക്കി ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം മൂടി വയ്ക്കുക. അപ്പോൾ വേഗം വേവൂട്ടാ. ഉരുളൻകിഴങ്ങ് ചെറുതാക്കി ഗ്രൈൻഡ് ചെയ്തതല്ലേ, അപ്പോൾ വേഗം വേവുന്നുള്ളൂ. അപ്പോൾ അതൊരു വിധം വെന്ത് റെഡിയാക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി 10-15 മിനിറ്റോളമായി ഇരിക്കുന്നത് ഗോതമ്പ് കുഴച്ചിട്ടിട്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പലക വെച്ചിട്ട് അതുമേ ഇത്തിരി പൊടിയിട്ടതിന് ശേഷം ഓരോ ഉരുളകൾ എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ചപ്പാത്തി നല്ല റൗണ്ടനെ പോലെ പരത്തിയെടുക്കുക. അത് പരത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരെണ്ണം പരത്തിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഒരെണ്ണം കൂടി ഇതുപോലെ പരത്തുക. കണ്ട റൗണ്ടനാക്കി നന്നായി ഇതുപോലെ മാവ് എടുത്തിട്ട് പരത്താട്ടോ. അപ്പോൾ അതും പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് പരത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഉരുളൻകിഴങ്ങിൻ്റെ ഫില്ലിങ് റെഡിയാക്കി വെച്ചില്ലേ, അത് ഉള്ളിൽ നല്ല പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് കഴിച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ആ ഫില്ലിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ആദ്യം പരത്തിയ ചപ്പാത്തി വെച്ച് 4 സൈഡ് ഇങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ, വിടാതിരിക്കാൻ. എണ്ണയിലിട്ടാൽ വിടാതിരിക്കാൻ 4 സൈഡ് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് അത് ഒരു പാൻ വെച്ച് ചൂടായതിൻ്റെ അതിൽ എണ്ണ ഒഴിക്കുക കേട്ടോ. എണ്ണ ഒന്ന് പരക്കെ ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ എണ്ണയിൽ ഇങ്ങനെ മുക്കി റോസ്റ്റ് ചെയ്യണില്ല, ഷാലോ ഫ്രൈ ചെയ്യണ പോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പരത്തിയത് വെച്ച് കൊടുക്കുക. അപ്പോൾ അധികം കരിയണ തരത്തിലുള്ള ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട്. സാധാരണ മീഡിയത്തിൽ ഫ്ലെയിം ഇട്ടിട്ട് അടിഭാഗം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മറച്ചു കൊടുക്കുക. ഉണ്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് മസാലയോട് കൂടി കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനത്തെ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കാൻ, വേറെ ഒന്നും മാവുകളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ സുഖം കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ചപ്പാത്തി ഞാൻ അതുപോലെ പരത്തി. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടൊന്ന് ചെയ്യാം കേട്ടോ. വേറൊരു തരത്തിൽ ഒന്ന് മല്ലിച്ചപ്പ് കുറച്ചിട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കുക കോലുകൊണ്ട്. അപ്പോൾ അത് ഒട്ടി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അത് പരത്തി കൊടുക്കുന്നത്. അത് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും, അതാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ പരത്തിയിട്ടൊന്ന് അമർത്തി ഇതൊക്കെ. എന്നിട്ട് അത് ഭാഗം മറിച്ചിടുക കേട്ടോ. നമ്മൾ ഇലകളിട്ടിട്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ട് പരത്തിയ ഭാഗം കമത്തിയിടുക. അപ്പോൾ രണ്ടാമത്തെ ചപ്പാത്തിയും പരത്തിയിട്ട് ഇതുപോലെ മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒന്ന് കോലുകൊണ്ട് പരത്തി കൊടുക്കുക കേട്ടോ. കണ്ടോ, അതുപോലെ കോലുകൊണ്ട് പരത്തിയതിന് ശേഷം നമ്മൾ ആ ഉൾഭാഗം മറ്റേ ഭാഗം ഈ ഭാഗം പുറം ഭാഗത്തേക്ക് വരണം കേട്ടോ. അപ്പോൾ മറ്റേ ഭാഗം ഇങ്ങോട്ട് മറിച്ചിടുക. കണ്ടോ, അതുപോലെ പരത്തിയതിന് ശേഷം ചപ്പാത്തി ഇങ്ങോട്ട് മറിച്ചിടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വയ്ക്കുക. ഉള്ളിൽ നമ്മൾ മസാല തയ്യാറാക്കി വെച്ച ഉരുളൻകിഴങ്ങിൻ്റെ മസാല ഇല്ലേ, അപ്പോൾ അതൊന്ന് നമുക്ക് ഉള്ളിൽ
പരത്തി റെഡിയാക്കി വെക്കുക കേട്ടോ. 4 ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പരത്തി കൊടുക്കുക ചട്ടവും കൊണ്ട്. എരികുവശത്തേക്ക് ആക്കണ്ട കേട്ടോ, എരികുവശം നമുക്ക് ഒട്ടിക്കേണ്ടതല്ലേ. അപ്പോൾ എരികുവശം കുറച്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം വരെ പരത്തി കൊടുക്കുക കേട്ടോ. ഇനി ആദ്യം പരത്തി വെച്ച ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ട ഉൾഭാഗം വെച്ച് മല്ലിച്ചപ്പിട്ട ഭാഗം പുറത്തേക്ക് വരണം, മറ്റേ ഭാഗം ഉൾഭാഗം വെച്ച് അമർത്തി യോജിപ്പിക്കുക 4 പൊറോട്ട. അത് അമർത്തി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പാൻ ചൂടായ ഞാൻ പറയാം, എണ്ണ ഒഴിച്ചിട്ടില്ല, അതിലേക്ക് വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗവും മറച്ച് ഇപ്പോൾ അത് റോസ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. ഇപ്പോൾ എല്ലാ സ്നാക്സും ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇതുപോലെ കണ്ട നല്ല ടേസ്റ്റ് കഴിക്കുക, ഒരെണ്ണം തിന്നാൽ നമ്മുടെ വയറ് നിറയും. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ. എല്ലാവർക്കും ബൈ.